2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ മുന്നണി UDF തന്നെയാണ്. കൃത്യമായി സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പൂർത്തിയാക്കുക എന്ന ടാർഗറ്റോടു കൂടിയാണ് UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നു എന്നത് UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസവും ഉയർത്തുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ 5 മന്ത്രിമാരെ ഉറപ്പായും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി UDF ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കൊനഗേലുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും UDFും എത്തിച്ചേർന്നതെന്നും കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പിണറായിയുടെ വിശ്വസ്തരായിട്ടുള്ള 5 പേരെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാൽ പ്രതിപക്ഷ നിരയുടെ മൂർച്ച തന്നെ കുറയ്ക്കാമെന്നുള്ള കണക്കുകൂടലും UDFിനുണ്ട്. ഇത്തരത്തിൽ UDF ലക്ഷ്യമിടുന്ന ആദ്യ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിസഭയിലെ തന്നെ സർവശക്തനായ PA മുഹമ്മദ് റിയാസാണ്. നമുക്കറിയാം, 4 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന CPMൻ്റെ പൊന്നാപുരം കോട്ടകളിലൊന്നായ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മുഹമ്മദ് റിയാസ് 2021 പൊതു തെരഞ്ഞെടുപ്പിൽ 28,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത്. എന്നാൽ ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കുവാൻ UDFിനും കോൺഗ്രസിനും അവസരമൊരുക്കുന്നത് PV അൻവറിൻ്റെ UDFിലേക്കുള്ള കടന്നുവരവാണ്. PV അൻവറിനെ പോലൊരു സ്ഥാനാർത്ഥിയെ വളരെ നേരത്തെ തന്നെ ബേപ്പൂരിൽ കളത്തിലിറക്കിക്കൊണ്ട് റിയാസിൻ്റെ കാര്യങ്ങൾ പരുങ്ങലിലായി എന്ന നിലയിലേക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ചിന്ത വളർത്തുവാൻ ഈ ഘട്ടത്തിൽ തന്നെ UDFിന് സാധിച്ചിട്ടുണ്ട്. അൻവർ ആവട്ടെ അതിശക്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ബേപ്പൂരിന് മുന്നിൽ കണ്ട് ആവിഷ്കരിച്ചിരിക്കുന്നതും കൃത്യമായി നടപ്പാക്കുന്നതും. PV അൻവർ നിലവിലെ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന ഒരു പൊതുബോധം കോഴിക്കോട്ടെ ജനങ്ങൾക്കിടയിലും ബേപ്പൂരിലെ വോട്ടർമാർക്കിടയിലും ഇപ്പോൾ തന്നെ സജീവ ചർച്ചയുമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധിക്കുവാൻ ഈ മന്ത്രിസഭയുടെ അവസാന നിയമസഭാ സമ്മേളന കാലത്ത് പോലും മുഹമ്മദ് റിയാസ് നിയമസഭയിൽ എത്താതിരുന്നതും കൂടുതൽ ദിവസങ്ങൾ ബേപ്പൂരിൽ തന്നെ തങ്ങിക്കൊണ്ട് തൻ്റെ പ്രചരണത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും. PV അൻവറിലൂടെ ബേപ്പൂരിൽ അട്ടിമറി നേടുവാൻ UDFിന് സാധിച്ചാൽ പിണറായി വിജയൻ എന്ന നേതാവിനും CPM എന്ന പാർട്ടിക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രഹരമായിരിക്കും അത് എന്ന കാര്യത്തിലും തർക്കമില്ല. പിണറായി വിജയൻ മന്ത്രിസഭയിലെ പക്വമതിയായിട്ടുള്ള മന്ത്രി എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ളത് തൃത്താലയുടെ ജനപ്രതിനിധി കൂടിയായ MP രാജേഷാണ്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകളാണ് അദ്ദേഹം ഈ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നത്. പിണറായി മന്ത്രിസഭയുടെ ആദ്യഘട്ടത്തിൽ സ്പീക്കറായിരുന്ന MP രാജേഷ് പിന്നീട് ആ പദവി ഷംസീറിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ അംഗമായി തീർന്നത്. MP രാജേഷിനെ സംബന്ധിച്ചിടത്തോളം തൃത്താല മണ്ഡലത്തിൽ VT ബൽറാം എന്ന സിറ്റിംഗ് MLA ആണ് 2021 അദ്ദേഹം 3000-ൽ പരം വോട്ടുകൾക്ക് ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കീഴടക്കിയത്. തൃത്താല എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ 2011 VT ബൽറാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് 3000-ൽ പരം വോട്ടുകൾക്ക് ഇവിടെ നിന്ന് ആദ്യമായി വിജയിച്ചു കയറിയത്. പിന്നീട് 2016 തൻ്റെ ജനകീയതയുടെ ആനുകൂല്യത്തിൽ ഈ ഭൂരിപക്ഷം 10,000-ലേക്ക് ഉയർത്തുവാനും ബൽറാമിന് സാധിച്ചിരുന്നു. എന്നാൽ ശക്തമായ ഇടതു തരംഗം നിലനിന്നിരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് എന്ന ജനകീയനായ നേതാവിനെ കൂടി കളത്തിലിറക്കിക്കൊണ്ട് തൃത്താല പിടിച്ചെടുക്കുവാൻ CPMന് സാധിച്ചു. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മന്ത്രിയെ ഏതു വിധേനയും അട്ടിമറിക്കുക എന്നത് UDFിൻ്റെ ഒരു അഭിമാന വിഷയമാണ്. MP രാജേഷിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടൻ ജനതയ്ക്ക് മൈക്രോ ബ്രൂവറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തോട് കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും VT ബൽറാമിൻ്റെ ജനകീയതയും തൃത്താലയിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF ബൽറാമിനെ തന്നെ വീണ്ടും മത്സരത്തിനിറക്കുവാൻ ആലോചിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടി ആനുകൂല്യത്തിൽ MP രാജേഷിനെ പരാജയപ്പെടുത്തി VT ബൽറാമിന് വിജയിച്ചു കയറുവാനായാൽ, തൃത്താല UDFിന് വേണ്ടി തിരികെ പിടിക്കുവാനായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്ന കണക്കുകൂടലും UDF ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും അധികം പരാജയപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന മന്ത്രിയായി MP രാജേഷ് മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഹിറ്റ് ലിസ്റ്റിൽ 2ാം പേരുകാരനായി അദ്ദേഹത്തെ UDF ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മുഹമ്മദ് റിയാസിനെയും MP രാജേഷിനെയും പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാൽ. പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ബാലഗോപാലിനെ ഐഷ പോറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷം നേടിയ കൊട്ടാരക്കര മണ്ഡലത്തിൽ കളത്തിലിറക്കുവാൻ പിണറായി വിജയൻ തീരുമാനിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ബാലഗോപാലിൻ്റെ വിജയം 2021 ഇടതുകാറ്റിനിടയിലും അത്ര സുഗമമായിരുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
40,000-ഓളം ഭൂരിപക്ഷമുണ്ടായിരുന്ന ഐഷ പോറ്റിയിൽ നിന്ന് ബാലഗോപാൽ സ്ഥാനാർത്ഥിയായപ്പോഴേക്കും CPM-ന്റെ ഭൂരിപക്ഷം 10,000-ഓളം വോട്ടുകളായി കുറയുകയായിരുന്നു. ഇവിടെ നാം ഓർക്കണം, ശക്തമായ ഇടത് തരംഗത്തിനിടയിലാണ് ബാലഗോപാലിന് ഇത്തരമൊരു ദുർഗതി ഉണ്ടായത്. കൊട്ടാരക്കര സീറ്റിൽ രാഷ്ട്രീയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയും CPM-ഉം ഒരുമിച്ചാൽ, അല്ലെങ്കിൽ പിള്ളയുടെ പാർട്ടിയും CPM-ഉം ഒരുമിച്ചാൽ അവരെ പരാജയപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. എന്നാൽ ഇതിനായി ഐഷ പോറ്റി എന്ന തുറുപ്പ് ചീട്ടിന് കൊട്ടാരക്കരയുടെ ഏറ്റവും ജനകീയയായിരുന്ന വനിതാ MLA-യെ CPM നേതാവിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് വിജയം കാണുകയാണ് ഉണ്ടായത്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നേരിട്ടിടപെടൽ നടത്തിയിട്ടാണ് ഐഷ പോറ്റിയെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പാളയത്തിലേക്ക് CPM-നെ നെറ്റിച്ചുകൊണ്ട് എത്തിച്ചത്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്ന, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഏറ്റവും അധികം പഴി കേൾക്കുന്ന KN ബാലഗോപാലിനെതിരെ ഐഷ പോറ്റിയെ മത്സരത്തിനിറക്കിയാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. മുഹമ്മദ് റിയാസിനും MP രാജേഷിനും പുറമെ UDF-ൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമതായി ഇടം നേടിയിരിക്കുന്ന മന്ത്രിയായി മാറുകയാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും അണ്ടർ പെർഫോമിംഗ് മന്ത്രി എന്ന് വിലയിരുത്തപ്പെടുന്നത് ഘടകകക്ഷി മന്ത്രിയായ AK ശശീന്ദ്രനാണ്. എന്നാൽ CPM മന്ത്രിമാരിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചപ്പെട്ട മന്ത്രിമാരായി വിലയിരുത്തുന്നത് രണ്ട് വനിതാ നേതാക്കളെയാണ്. അതിൽ ഒന്നാമത്തെ ആൾ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സർക്കാരിനെതിരെയുള്ള ജനവികാരം ശക്തമാക്കുന്നു എന്നത് മാത്രമല്ല, CPM-ൽ പോലും വീണ ജോർജിൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും വീണ ജോർജിനെ ഒരു ജനവിരുദ്ധ സ്ഥാനാർത്ഥിയാക്കി മാറ്റി എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ പിണറായി വിജയൻ്റെ പ്രിയങ്കരിയായതുകൊണ്ട് തന്നെ വീണ ജോർജിന് 2026-ലും മത്സരിക്കുവാൻ ആറന്മുളയിൽ സീറ്റ് ലഭിക്കുമെന്ന കാര്യം ഈ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട്. വീണ ജോർജിന് താല്പര്യമില്ലെങ്കിൽ കൂടിയും പിണറായിയുടെ നിർബന്ധ ബുദ്ധിയുടെ പേരിലായിരിക്കും മൂന്നാം വട്ടവും ആറന്മുളയിൽ നിന്ന് ഈ മുൻ മാധ്യമപ്രവർത്തക മത്സരത്തിനിറങ്ങുവാൻ പോകുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആരോഗ്യമന്ത്രിയെ പരാജയപ്പെടുത്തേണ്ടത് UDF-ന് ഒരു രാഷ്ട്രീയ അനിവാര്യത കൂടിയാണ്. കാരണം ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത UDF-ൻ്റെ പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കൂടിയുള്ളതാണ് ഇതിന് കാരണം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിനെതിരെ സാമുദായിക പരിഗണനകൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് യുവ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് UDF-ഉം കോൺഗ്രസും ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും രണ്ട് പേരുകാരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. പ്രാദേശിക പ്രവർത്തകൻ എന്ന നിലയിലുള്ള പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂഡനെയാണ് ഇവിടെ പ്രഥമ പരിഗണന നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിജയുടെ പേരിന് പുറമെ ഇവിടെ പരിഗണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമ ചർച്ചകളിലൂടെയും സംഘടനാ ഇടപെടലുകളിലൂടെയും സുപരിചിതനായി മാറിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും ഇപ്പോൾ ദേശീയ സെക്രട്ടറിയുമായ അബിൻ വർക്കിയാണ്. ഈ രണ്ടുപേരിൽ ആര് മത്സരത്തിനിറങ്ങിയാലും പൊതുസമൂഹം ഇവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും വീണ ജോർജിൻ്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അവസാനമായി UDF ലക്ഷ്യമിടുന്നത് CPM-ൻ്റെ പ്രതിനിധിയായ മറ്റൊരു വനിതാ മന്ത്രിയെയാണ്. ഇരിങ്ങാലക്കുടയുടെ MLA-ആയ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ R ബിന്ദുവാണ് ഈ മന്ത്രി എന്ന് പറയുന്നത്. R ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തലവേദനയാകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥത തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ കൂട്ടത്തോടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ സംസ്ഥാനം വിട്ടുപോകുന്നതും ഈ രാജ്യം തന്നെ വിട്ടുപോകുന്നതും കേരളത്തിലെ കുത്തഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണെന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. R ബിന്ദുവിൻ്റെ സമീപനങ്ങളും അവരുടെ ധാർഷ്ട്യവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറെ വിരക്തിയുള്ളൊരു മന്ത്രിയാക്കി ഇവരെ തീർത്തിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ R ബിന്ദുവിനെതിരെ മത്സരിക്കുവാനായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുമെന്നുള്ള പ്രചാരണങ്ങളും UDF ക്യാമ്പുകളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ മുന്നണി മര്യാദയുടെ പേരിൽ ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇരിങ്ങാലക്കുടയെ ദീർഘകാലം നിയമസഭയിൽ പ്രതിനിധീകരിച്ച ജോസഫ് ഗ്രൂപ്പ് നേതാവായിട്ടുള്ള തോമസ് ഉണ്ണിയാടനെ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയായി 2026-ലും ഇരിങ്ങാലക്കുടയിൽ അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു സംശയവുമില്ല. തോമസ് ഉണ്ണിയാടൻ ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങിയാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ R ബിന്ദുവിനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും UDF-ഉം ഈ ഘട്ടത്തിൽ ഒരുപോലെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇത് മുന്നിൽ കണ്ട് ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ പ്രചരണ തന്ത്രങ്ങളും ഇവിടെ UDF ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്.
ഇത്തരത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 5 പ്രമുഖ മന്ത്രിമാരെ, കൃത്യമായി പറഞ്ഞാൽ പിണറായിയുടെ വിശ്വസ്തരായിട്ടുള്ള 5 നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള UDFിൻ്റെ ഹിറ്റ് ലിസ്റ്റും ആ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാൻ പോകുന്നവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.